ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിന് വേണ്ടി വെള്ളം തിളപ്പിക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലാണ് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ആദ്യം ഞാനത് കുഴയ്ക്കാൻ നോക്കുന്നത്. അല്ലെ കൈ ചൂടടിക്കും. ചൂട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു രീതിയിലാവുമ്പോൾ ഇടിയപ്പത്തിൻ്റെ ഉണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ, അതിലേക്ക് മാവിട്ടിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഇതിനോട് കഴിക്കാൻ വേണ്ടി ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കുക്കറിലേക്ക് കഴുകിയ ഗ്രീൻ പീസും സവോളയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെച്ച് വേവിക്കാൻ വെച്ചു. ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയുള്ള കൂട്ട് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെ കടുക് പൊട്ടിച്ച് കറി റെഡിയാക്കി. ഇനി ചോറിനുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് പയറും പരിപ്പും കൂടെ ചേർത്ത് തോരൻ റെഡിയാക്കി. ഓംപ്ലേറ്റ് ഉണ്ട്, നെല്ലിക്ക അച്ചാർ, തോരൻ റെഡിയാക്കിയത്, ഗ്രീൻ പീസ് കറി, പിന്നെ ചോറ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായോ? കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. Bye.